Hello guys, welcome back to my channel. So this is the first video. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയക്ക് പെട്ടെന്ന് വിസ വന്നതിന് ശേഷം കുറേ ട്രൈ ചെയ്തു, ഇതേപോലെ കുറേ കാര്യങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാനും പാക്ക് ചെയ്യുന്ന കാര്യങ്ങളും അവിടുത്തെ സ്റ്റേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറേ യൂട്യൂബിൽ ട്രൈ ചെയ്തെങ്കിലും UK കാനഡ പോലെ ഒന്നും വളരെ കുറച്ച് വീഡിയോസും കറക്റ്റ് ഇൻഫർമേഷൻസൊക്കെ വളരെ കുറവാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം. അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഇനി വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തൊക്കെ കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ പാക്കിംഗ് കാണിച്ചു തരാം. ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു, ഓസ്ട്രേലിയയിലും നാട്ടിലുള്ള ആൾക്കാരും അവരുടെ ഒഫീഷ്യൽസൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ആഡ് ഓൺ ഡിലീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഓൾറെഡി പല സ്റ്റേറ്റിൽ വർക്ക് ചെയ്തതാണ്, ഇന്ത്യയിൽ ഡൽഹിയിലും ബോംബെയിലും. അപ്പോൾ എൻ്റെ ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കിംഗ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള സാധനങ്ങളില്ല, പക്ഷേ എസെൻഷ്യൽസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. സോ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു. 235 കിലോൻ്റെ പെട്ടിയാണ് ഞാൻ മേടിച്ചത്. ബിക്കോസ് ഫ്യൂച്ചർ യൂസും കൂടി നോക്കിയിട്ട് മേടിച്ചതാണ്. കാരണം ഇതിനകത്ത് എൻ്റെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഒന്നുമല്ല. അപ്പോൾ ഒരു പെട്ടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഐറ്റംസും, രണ്ടാമത്തെ പെട്ടിയിൽ നമ്മുടെ യൂട്ടൻസിൽസും അതുപോലെ തന്നെ ടോയ്ലറ്ററീസും ഫുഡ് ഐറ്റംസൊക്കെ വയ്ക്കാനുള്ളൊരു പ്ലാനിലാണ് 2 മേടിച്ചത്. 2 വലിയ പെട്ടി, ഒരു ബാക്ക് പാക്ക്. അതാണ് എൻ്റെ ഒരു സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി മലേഷ്യയിൽ എനിക്ക് 10 hours ലേ ഓവർ ഉണ്ട്. അപ്പോൾ ആ ലേ ഓവറിൻ്റെ സമയത്ത് ഈ 2 പെട്ടി നമുക്ക് ഓസ്ട്രേലിയയിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഈ ഒരു ബാക്കിൽ. സോ സിമ്പിളായിട്ട് അവിടെ വേണമെങ്കിൽ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ ചെയ്തേക്കുന്നതാണ്. സോ ദിസ് ഇസ് 35 കിലോൻ്റെ IT ലഗേജ് എന്ന് പറഞ്ഞിട്ട് UK ബ്രാൻഡിൻ്റെ ഒരു ലഗേജാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ കുറച്ചൊരു വാറണ്ടി 5 years വാറണ്ടി ഉള്ളത്, അറൗണ്ട് 5,000 rupees 6,000 എനിക്ക് അന്ന് ലുലുവിൽ ഓഫറിൽ കിട്ടിയത്. ഇതൊരു പെട്ടി എന്ന് പറഞ്ഞ സാധനം ഒരു സ്കാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർ 50% ഓഫർ എപ്പോഴും റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി സെലക്ട് ചെയ്യുന്ന പോലെ ബ്ലാക്കും ബ്ലൂവും ആ സെയിം കളേഴ്സ് സെലക്ട് ചെയ്യാതെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളേഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഞാൻ ഇന്ത്യയിൽ കുറേ പ്രാവശ്യം ട്രാവലിന് വേണ്ടിയിട്ട് കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം എൻ്റെ സെയിം ലഗേജസ്, സ്കൈ ബാഗ്സ്, VIP ഒക്കെ സെയിം ലഗേജസ് കുറേ ആൾക്കാർക്ക് ഉണ്ടാകും. അവരത് എടുത്തിട്ട് പോകും. പിന്നെ നമുക്കത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. സോ ബാഗ് 2 സെലക്ട് ചെയ്യുക. ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഞാൻ എങ്ങനെ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഓർഗനൈസ് ബാഗ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മുമ്പ് മേടിച്ചേക്കുന്നതാണ്. ഞാൻ നോർത്ത് ഈസ്റ്റൊക്കെ ട്രാവൽ ചെയ്ത് മേടിച്ച ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇങ്ങനത്തെ 2 ഇത് നമുക്ക് ആമസോൺ ബേസിക്സിൻ്റെയും കിട്ടും, അതുപോലെ തന്നെ ഡിക്കാത്തലോണിൻ്റെയും കിട്ടും. സോ ഒരെണ്ണത്തിൽ ഞാൻ ജീൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എൻ്റെ കുറച്ച് ഫോർമൽ ഡ്രസ്സും ഒരു എന്താ പറയുക, ഇത് മുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അരട്ടയർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓണത്തിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് ജാക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ബാഗ്സ് ആണ് വെച്ചിരിക്കുന്നത്. സിമ്പിൾ ആ ഓർഗനൈസ്ഡ് ബാഗ്സിൽ അപ്പോൾ എനിക്ക് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഇതിനകത്ത് എൻ്റെ ടീഷർട്ട്സാണ്, ഇതിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇതെൻ്റെ മെൻസ് പാൻസ്, ചെറിയ വീട്ടിലിടുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് എൻ്റെ തെർമൽസാണ് ഞാൻ വെറുതെ വെച്ചിരിക്കുന്ന ട്രക്കിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുപോകാതിരിക്കണല്ലോ എന്ന് വിളിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. പിന്നെയുള്ള ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗാണ്. ഈ ബാഗ് കംപ്ലീറ്റ്ലി എന്താ പറയുക, അവിടെ ചെന്ന് ഓപ്പൺ ചെയ്യാനുള്ളൊരു പ്ലാനിൽ പാക്ക് ചെയ്യുന്നതാണ്. സോ ഇത് തൊടേണ്ട ആവശ്യം വരില്ല. ഇതിനകത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് യൂട്ടൻസിൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു കുക്കർ, സോസ് പാൻ, പ്ലേറ്റ്, ഗ്ലാസ്, 2 പാത്രം, ഒരു ഫ്ലാസ്ക്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഇത് ഇതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗാണ്. മോട്ടോർ സൈക്കിൾ റൈഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്താൽ. സോ അതിനകത്തേക്കാണ് നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ പോകുന്നത്. സോ ഇതേപോലെ സ്മോൾ പാക്സ് വെച്ചിട്ട് നമ്മളിതിനകത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള പൊടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ലുലുവിൽ പോയാണ് എടുത്തത്. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. രണ്ടാമത്തെ ഇതിനകത്ത് നമ്മൾ ടോയ്ലറ്ററീസാണ്. അത്യാവശ്യം നമ്മൾ കവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രിമ്മർ കാര്യങ്ങൾ, ഇത് 2 നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഇതിനകത്ത് കുറച്ച് കിച്ചൺ ടവൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അത്രയും സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് പിന്നുള്ള സ്പേസിൽ 2 ഷൂ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് പറ്റില്ല, ക്ലീൻ ചെയ്യണം. അപ്പോൾ കൊച്ചിയിൽ നമുക്കൊരു ഷൂ വീഡു എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് 3, ഒരു ഫോർമൽ, 2 ഇൻഫോർമൽ ഷൂസ്, ഒരു ജാക്കറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാനൊരു ടിക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്തായാലും. അപ്പോൾ അത്രയാണ് നമ്മുടെ പാക്കിങ്ങിൻ്റെ വീഡിയോസിലുള്ളത്. ഇതിൻ്റെ ഓരോ സീരീസ് ഓഫ് വീഡിയോസ് അവർ ചെന്നിട്ട് തന്നെ എന്തിനൊക്കെയാണ് പൊക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സീരീസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഡു ചെക്ക് ദാറ്റ് ഔട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.